സമയം കൃത്യം 4:30 മണി. സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് മൂക്കുതലയിലെ മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. അതെ, ഞങ്ങളുടെ സ്വന്തം മൂക്കുതല. ഈ കാണുന്ന കൺവെൻഷൻ സെൻറ്ററിൻ്റെ ആ ഒരു ലുക്ക് കണ്ടോ? ഒരു വശത്ത് പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന വിശാലമായ പാടശേഖരം, ചുറ്റും കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ പൂച്ചെടികൾ. ശരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ തോന്നിയത്. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അകത്തേക്ക് കയറി. വന്നു കയറിയാൽ ഉടൻ തന്നെ നേരെ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് അറിയാമല്ലോ. റിസപ്ഷനേക്കാൾ പ്രധാനം ആ ഒരു ഐറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഡൈനിങ് ഹാളിലേക്ക് വെച്ച് പിടിച്ചു. വലിയൊരു തിരക്കൊക്കെ പ്രതീക്ഷിച്ചാണ് ചെന്നതെങ്കിലും കൈ കഴുകി നോക്കിയപ്പോൾ കുറച്ച് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു വശത്ത് നല്ല തിരക്കാണെങ്കിലും ഞങ്ങൾ നേരെ ബാക്കിലെ ഒരു ലൈനിലേക്ക് പോയിരുന്നു. ഇവിടുത്തെ വിഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരായിരം ലഡു പൊട്ടി. നല്ല കുറുകിയ ചാറോട് കൂടിയ നാടൻ ബീഫ് കറി, മുരിഞ്ഞ ചിക്കൻ ഫ്രൈ, ചൂട് പൊറോട്ട, വെള്ളയപ്പം, പിന്നെ സ്പെഷ്യൽ ബിരിയാണി. എല്ലാം കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം കൺഫ്യൂഷനായിപ്പോയി എവിടെ തുടങ്ങണം എന്ന്. ഒടുവിൽ ഞാൻ സെലക്ട് ചെയ്തത് അപ്പവും ബീഫ് കറിയുമാണ്. ആ ബീഫ് കറിയുടെ ഒരു ടേസ്റ്റ് അത് പറയാതിരിക്കാൻ വയ്യ. ഒന്നൊന്നര ബീഫ് കറി തന്നെയായിരുന്നു അത്. വയറ് നിറയെ ഭക്ഷണം കഴിഞ്ഞ് ഒരുവിധം ആശ്വാസമായപ്പോഴാണ് റിസപ്ഷനെക്കുറിച്ച് ഓർത്തത്. ഉടൻ തന്നെ ഞങ്ങൾ നേരെ റിസപ്ഷൻ നടക്കുന്ന മെയിൻ ഹാളിലേക്ക് പോയി. അവിടെ മനോഹരമായി അലങ്കരിച്ച സ്റ്റേജിൽ നവദമ്പതികൾ ഇരിക്കുന്നുണ്ട്. അവരുടെ ഒരു ചെറിയ ഷോട്ടും എടുത്ത് മടക്കയാത്രയ്ക്ക് റെഡിയായി. നല്ലൊരു അന്തരീക്ഷം, നല്ല ഭക്ഷണം, അതിലുപരി പ്രിയപ്പെട്ടവരുടെ കൂടെ ചെലവഴിച്ച കുറച്ചു സമയം. ശരിക്കും ഈ യാത്ര മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. പുതിയ ഒരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്ന ഇവർക്ക് എല്ലാവിധ സ്നേഹവും സന്തോഷവും ഐശ്വര്യവും നേരുന്നു. 100 വർഷം ഒരേ മനസ്സോടെ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു.